ഹായ് കൂട്ടുകാരെ, ഇത് കണ്ട എൻ്റെ കോഴികൾക്ക് കണ്ണിന് കുറച്ച് കംപ്ലൈൻ്റ് ആയി. ഒരു 5-6 കോഴികൾക്ക് ഒരു കണ്ണിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണവേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ കോഴികൾക്ക് ഒരു 6 കോഴികൾക്ക് കണ്ണിനാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഒരു 3-4 ദിവസമായി കണ്ണിന് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് കാര്യമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അത് ഒരു 3-4 കോഴിയെ മാറ്റിയിട്ടുണ്ട്. കണ്ണിന് കംപ്ലൈൻ്റ് ആയ കോഴികളാണ് ഞാൻ ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മെഡിസിൻ എടുത്തിട്ടുണ്ട്, കണ്ണിലൊഴിക്കുന്ന മെഡിസിൻ. ഞാനിപ്പോൾ ഈ മെഡിസിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ആദ്യം ചെയ്തിട്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മരുന്നിനെ കുറിച്ചാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. കണ്ണിന് കേടുവന്ന് തന്നെ എന്താണ് ചെയ്യേണ്ട മെഡിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിപ്ലോക്സ് എന്നാണ് മരുന്നിൻ്റെ പേര്. അപ്പോൾ ഈ മരുന്നാണ് നമ്മൾ കോഴികൾക്ക് ഇപ്പോൾ കണ്ണിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കോഴിക്ക് ഒരു കണ്ണിന് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല. ഒരു കണ്ണ് കണ്ട ഇങ്ങനെ അടഞ്ഞിരിക്കും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ഒരു കണ്ണിന് മാത്രമേ എൻ്റെ കോഴിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അത് ആകെ കിടന്ന് പിടച്ച് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ കിടത്തി ഒഴിക്കണം കാണുമ്പോൾ എന്താണ് ഈ കാണിക്കാൻ പോണേ, കോഴിയെ പിടിച്ച് അമുക്കാൻ പോകണമെന്നൊക്കെ തോന്നണ്ട. കാരണം ഈ കണ്ണാണ് അടഞ്ഞിരിക്കുന്ന കണ്ണ്. ഞാൻ അൽഫീനോടൊന്ന് പിടിക്കാൻ പറഞ്ഞു എൻ്റെ മോളോട്. അപ്പോൾ അവൾക്ക് പേടി കോഴീനെ പിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്കൊന്ന് വ്യക്തമായി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്ര പിത്തപ്പാടിയും കാണിച്ചത്. പക്ഷെ അത് എനിക്ക് സിമ്പിളായിട്ട് ആദ്യം ഞാൻ കാണിച്ച പോലെ തന്നെ ഇൻട്രോയിൽ കാണിച്ച പോലെ തന്നെ ഒരു കോഴീനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിച്ചിട്ട് കണ്ണിലൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളെ ക്ലിയറായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തപ്പാട് കാണിച്ചത്. പക്ഷെ കോഴിയാണെങ്കിൽ മര്യാദ നിൽക്കുന്നുമില്ല. മോളുടെ പിടിച്ചും തരാൻ പറഞ്ഞിട്ട് മോൾക്ക് ഭയങ്കര പേടി. കോഴിയെ മാന്താകാൻ വെച്ച് എന്നും പറഞ്ഞ് ഭയങ്കര പേടി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുവെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾക്ക് കണ്ണിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണത് കറക്റ്റായിട്ട് കാണിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രോപ്പ് മതി കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ണൊന്ന് തുറന്ന് വെച്ചിട്ട് ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചെയ്യേണ്ടത് 2 നേരമാണ്, രാവിലെയും വൈകുന്നേരമായിട്ട്. നമുക്ക് ഏത് കണ്ണിനാണോ കേടുള്ളത് ആ കണ്ണിനെ എടുത്തുനിന്ന് ഓരോ ഡ്രോപ്പൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 3 കോഴീനെയാണ് പിടിച്ചിട്ട് വെച്ചത്. അപ്പോൾ അവർക്കായിരുന്നു നല്ല ശരിക്കും കണ്ണിനൊരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരുന്നേച്ചത്. പിന്നെയും 2-3 കോഴിക്കും കൂടി ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ണൊക്കെ നന്നായിട്ട് വീർത്തിട്ട് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നുണ്ട്. വീർത്തിട്ട് കണ്ണൊട്ടും തുറയുന്നില്ല. പഴുപ്പൊന്നുമില്ല കേട്ടോ, പഴുപ്പില്ല, വേറെ ഒന്നുമില്ല. പക്ഷേ പഴുപ്പൊന്നും ആയിട്ടില്ല. ഇനി ചിലപ്പോൾ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോഴിന് കണ്ണൊക്കെ പഴുത്ത് ചിലപ്പോൾ ചത്തുപോകാനൊക്കെ സാധ്യത വരും. അപ്പം നമ്മൾ ഓരോ തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം കൊഴിക്കുമ്പോൾ തലേന്ന് കുടയും കോഴി, എന്നാലും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് ആ കണ്ണിൻ്റെ ഉള്ളിലേക്കൊന്ന് ചെന്നാൽ മതി. അപ്പോൾ ഞാൻ എല്ലാവരെയും പിടിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അത് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നുമില്ല. കാരണം ഒരു കണ്ണിന് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കോഴിക്ക് നമുക്ക് പെട്ടെന്ന് ഇതാക്കണ്ട. ഈ കോഴിൻ്റെ ഈ സൈഡിലെ കണ്ണിന് ഒരു കുഴപ്പമില്ല. കാരണം ഈ കണ്ണ് കണ്ടോ ഭയങ്കരമായിട്ട് അടഞ്ഞ് അതിന് തുറക്കാൻ പറ്റുന്നില്ല, നീരുണ്ട്, ഒരു കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കോഴികൾക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ എന്താണ് ഇതിന് കാരണം കൂടി എന്നില്ല, കാരണം ഞാൻ പറയാം. കാരണം നമുക്ക് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് സമയം തന്നെയാണ്. ഈ മഴ വരുമ്പോഴത്തേക്ക് പൊതുവെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ ഇവിടെയും അതാണ് സംഭവിച്ചത്. ഈ മരുന്ന് കൊടുക്കുമ്പോഴേ രാവിലെയും വൈകുന്നേരമായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഈ മരുന്ന് കണ്ണിലൊഴിക്കാൻ മാത്രം ചെയ്താൽ പോരാ. ഇതിൻ്റെ കൂടെ നമ്മളൊരു ടാബ്ലറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ മരുന്ന് മനസ്സിലാവാത്ത ഒന്നുകൂടി കാണിച്ചതാണ്. പിന്നെ ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇതാണ് ടാബ്ലറ്റ്. ഇത് നമുക്ക് അതിന് 2-3 വീഡിയോസിലായിട്ട് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് ടെട്രാസൈക്ലിൻ 250 എന്ന് പറയുന്ന ടാബ്ലറ്റാണ്. ഇത് നമ്മൾ കോഴിക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കലക്കി കൊടുക്കും. അപ്പോൾ ഞാൻ പാത്രമൊക്കെ നല്ല നീറ്റായി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഈ പാത്രത്തിലേക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക്, അത് കോഴിക്ക് എന്ത് വെള്ളമാണോ നമ്മൾ കൊടുക്കുന്ന ആ കോഴി വെള്ളത്തിലേക്ക് ഒരു ട്യൂബ് പൊട്ടിച്ച് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിലേക്ക്
ഇപ്പോൾ കൂടുതൽ കോഴി ഉണ്ടെങ്കിൽ 2 ടാബ്ലറ്റൊക്കെ ഒഴിക്കാം. ഇപ്പം ഞാനൊരു 5-6 കോഴിക്ക് വേണ്ടി ഇത്രയും വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവും കൊടുക്കുന്നില്ല. നമ്മൾ 2 നേരം വെള്ളം മാറ്റും. അപ്പോൾ ആ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഇതിൽ നമുക്കൊരു ഏകദേശം അളവ് അറിയാമല്ലോ. ഇത്രയും വെള്ളം ഒരു കോഴി നമ്മൾ വെച്ച് കൊടുത്തതിന് രാവിലെ കൊടുത്തതിന് ഇത്ര തീരും എന്നുള്ളൊരു അളവ് അറിയാമല്ലോ. ആ അളവ് അനുസരിച്ച് നിങ്ങൾ വെള്ളം വെച്ച് കൊടുക്കുക. അതിലേക്ക് ടെട്രാസൈക്ലിൻ 250 ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും അതിൻ്റെ പേര് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ടാബ്ലറ്റ് വാങ്ങിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് കോഴികൾക്ക്. നല്ല സ്റ്റാർട്ടർ തന്നെ വാങ്ങിച്ച്, ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ വാങ്ങിച്ച് ഫുഡായിട്ടും കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യങ്ങൾ സിപ്ലോക്സിൻ മേടിച്ച് കണ്ണിലൊഴിച്ച് കൊടുക്കുക. പിന്നെ ടെട്രാസൈക്ലിൻ 250 എന്ന് പറയുന്ന ടാബ്ലറ്റ് മേടിച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കുക. ഫുഡായിട്ട് നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. ഇത് 3ഉം ചെയ്ത് രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മൾ ഈ കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ കോഴീൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയാവും. കോഴീൻ്റെ കണ്ണ് പഴുക്കുകയോ അല്ലെങ്കിൽ കാഴ്ച പോലൊന്നും ഇല്ല. പിന്നെ കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. രാവിലെ വൈകുന്നേരമായിട്ട് തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് അവരുടെ കണ്ണിൻ്റെ ഇതൊക്കെ ശരിയാവും. ഇപ്പോൾ ഞാൻ 3 പേർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു 3 പേരും കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവരുടെയും സ്റ്റാർട്ടിങ് ആണ്. കണ്ണിന് ഇങ്ങനെ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് വെള്ളമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി നമുക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവരെയും കൂടി കുറച്ച് 2 പേരും കൂടി കിട്ടിയിട്ടുണ്ട്. 2 പേരും കൂടി പിടിച്ച് ഞാൻ കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരാളെയും കൂടി ഇങ്ങനെ കണ്ണിന് കാരണം നമുക്കിങ്ങനെ കണ്ണിന് ഒരു സൈഡ് ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ കോഴി ഇങ്ങനെ പതുങ്ങി നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മളായിട്ട് ഒരുപാട് ഓടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഓപ്പണാക്കി ഇവർ ഇട്ടേക്കുവാണ്. ഇപ്പം അടച്ചിടുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലെ കയ്യിൽ നിങ്ങൾക്ക് പിടിച്ചിട്ട് സിമ്പിളായിട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല എന്ന് കരുതിയാണ് ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവർക്ക് ചെയ്യണം. ഇങ്ങനെയാണ് ഒന്ന് കയ്യിൽ പിടിക്കും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തലയൊന്ന് ഇതാക്കി പിടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ആ കണ്ണിലേക്ക് തന്നെ കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും. അങ്ങനെ രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ കണ്ണിലുണ്ടാകുന്ന ആ വീർപ്പും വെള്ളം വരലും ഒക്കെ മാറിക്കോളും. ഒരാഴ്ചയെങ്കിലും മാറുന്നവരെ കണ്ണിന് കംപ്ലൈൻറ്റ് മാറുന്നവരെയായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൊതുകിൻ്റെ ശല്യം കുറയ്ക്കുകയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഇത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കൊതുകിൻ്റെ ശല്യം കൊണ്ടാണ്. ഇപ്പോൾ വേനലാവുമ്പോൾ ഓവറായിട്ട് കൊതുക്, പക്ഷേ വേനൽ മാറി ഇപ്പോൾ നല്ല മഴക്കാലം, എല്ലായിടവും മഴയായി. അപ്പോൾ അന്തരീക്ഷം മാറുന്നതനുസരിച്ച് കോഴികൾക്ക് അസുഖവും കൂടുന്നു. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് നമ്മുടെ മുറ്റമോ പരിസരമോ കുളമോ ഒന്നും മോശമായിട്ടല്ല കിടക്കുന്നത്. ഇവിടെ അഴുക്ക് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ചപ്പ് ചോറോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിസരം വളരെ ക്ലീനായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിന് തൊട്ടപ്പുറത്ത്, നമ്മുടെ ഈ കോമ്പൗണ്ട് തൊട്ടപ്പുറത്തായിട്ട് തന്നെ തൊട്ടടുത്ത് വീടുകളോ ഒന്നുമില്ല. അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന പറമ്പാണ്. അങ്ങനെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുല്ലും കാട് പിടിച്ച് കിടക്കുവാണ്. അവർ ടാങ്കൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെറുതെ ഒരു മീൻ വളത്തിനായിട്ട് ടാങ്കൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഉപയോഗിക്കാതെ കിടക്കണേണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അവിടെയും കൊതുക് ഇഷ്ടം പോലെയുണ്ട്. ആ പച്ചപ്പൊക്കെ ആയിട്ട് അവിടെ ഇഷ്ടംപോലെ കൊതുകുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്കും ആ കൊതുക് കംപ്ലീറ്റ് സന്ധ്യ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പുറത്തേക്ക് വരെയും കോഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൃഗങ്ങളുണ്ടെങ്കിൽ അവിടെ ഇഷ്ടംപോലെ കൊതുകുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നിങ്ങനെ കടിക്കൊത്തുകയും ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പുകച്ചു കൊടുക്കുക, കുന്തിരിക്കവോ എന്തെങ്കിലും ഇട്ട് പുകച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചന്ദനത്തിരി പോലത്തെ ഒരു കൊതുക് തിരി ഉണ്ടല്ലോ, അത് കുത്തി കൊടുക്കുക. കൊതുക് തിരി എന്തെങ്കിലും സന്ധ്യാസമയമാകുമ്പോൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാകാതെ പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടിൽ ലൈറ്റ് ഇട്ട് കൊടുക്കാം. ഈ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ കൊതുകുകളെല്ലാം കൂടി ആ വെട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോയിക്കോളും. അത് മാത്രമല്ല ഈ വെട്ടത്തിന് കോഴികൾ കാണുന്ന കൊതുകിനെ കൊത്തി തിന്നുകയും ചെയ്തോളും. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം നമുക്ക് വലിയ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാം. അതായത് രാത്രി ഫുള്ളായിട്ട് തന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എന്നിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ കൂട് ക്ലീനായിട്ട് ഇടുക. നമ്മൾ ഈ സമയത്ത് വെള്ളക്കെട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഇങ്ങനെ കൊതുക് പെരുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പാത്രത്തിലോ ചിരട്ടയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറിച്ച് കളയുക. അപ്പം കോഴികൾക്ക് മാത്രമല്ല നമുക്കും ഈ സമയത്ത് ഒരുപാട് കൊതുകിൻ്റെ മൂലമൊക്കെ അസുഖങ്ങൾ വരാം. അപ്പോൾ അതുപോലെ ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.